ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ലിപ്പൻ ആർട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ MDF ബോർഡിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമുക്ക് വരക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. സോ ഞാൻ ഈ ഒരു ഡിസൈനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ മോൾഡഡ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് രണ്ടും ഹാർഡ്നറും റൈസിനും കൂടി ഉള്ളത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. എന്നിട്ട് നമ്മൾ അത് കുറച്ച് ഭാഗം എടുത്തിട്ട് അത് നമ്മൾ റോൾ ചെയ്യുക. കണ്ടു, ഇതുപോലെ നമ്മുടെ കൈ കൊണ്ടിട്ട് നമ്മുടെ ഫിംഗേഴ്സിൻ്റെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കട്ടിയാണോ വേണ്ടത് ആ ഒരു ലെവലായിട്ട് നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇതിന് ശേഷം ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ വരച്ച ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ മേലിൽ കൂടിയിട്ട് ഈ പറഞ്ഞ ക്ലേ ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഉണങ്ങുന്നതിന് മുന്നേയിട്ട് തന്നെ നമ്മൾ ഒരു കോമ്പസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മൂർച്ചയുള്ള സാധനം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അത് ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബേസ് കോട്ടായിട്ട് ആക്രിലിക് പെയിൻറ്റ്സോ അല്ലെങ്കിൽ ജെസോയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്ത്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആക്രിലിക് പെയിൻ്റ് ആണ്. സോ അതൊരു 2 കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ആയതിനു ശേഷം വേണം നമുക്ക് കളർ കൊടുക്കാനായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ബ്ലൂ കളറും റോസും പിന്നെ അതുപോലെ യെല്ലോ ഷെയ്ഡുമാണ്. സോ അത് എവിടെയൊക്കെ ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓർഡർ യെല്ലോ ബ്ലൂ റോസ് എന്നുള്ള ഒരു ഓർഡറിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലൂ കളർ ഫസ്റ്റ് എടുത്തുകൊണ്ടിട്ട് യെല്ലോ പോർഷനിൽ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, സെക്കൻഡ് ലെയറിലാണ് കൊടുത്ത്. പിന്നെ ബ്ലൂ കളർ എവിടെയൊക്കെയാണ് ആവശ്യം അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ബ്ലൂ കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം. കളർ അടിക്കുമ്പോൾ വേറെ എല്ലായിടത്തൊക്കെ പറ്റുന്നുണ്ടാകും, പക്ഷെ അതോർത്ത് വേറെ ഇടാണ്ട് നമുക്ക് ലാസ്റ്റ് ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ. സോ ഇത് കഴിഞ്ഞ് ബ്ലൂ കളർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റോസ് കളറാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇനി അതിന് ശേഷം ഗ്യാപ്പ് വന്ന അടുത്തൊക്കെ നമ്മൾ യെല്ലോ കളർ യൂസ് ചെയ്താണ് ഫില്ല് ചെയ്തത്. നമ്മൾ നേരത്തെ അടിച്ചപ്പോൾ ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അവിടെയൊക്കെ നമ്മൾ വൈറ്റ് കളർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്താൽ മതി. അതൊരു 2 കോട്ട് നമ്മൾ അടിക്കേണ്ടി വരും. സോ പെയിൻ്റൊക്കെ ഉണങ്ങിയതിന് ശേഷമുള്ള ഒരു ഇതാണിത്. ഈ ഒരു സ്റ്റേജിൽ വേണം നമ്മൾ വാർണിഷ് അടിച്ച് കൊടുക്കാനായിട്ട്. ഞാൻ ആ ഒരു ഇത് എടുത്തിട്ടുണ്ടായില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് വാർണിഷ് അടിച്ചതിൻ്റെ ഒരു ഗ്ലേസിങ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. വാർണിഷ് അടിച്ച് അത് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ മിറർ ഒട്ടിക്കാനായിട്ട്. അപ്പം മിറർ സെലക്ട് ചെയ്യണതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എവിടെയൊക്കെ ഏത് ഡിസൈനിൽ ഒട്ടിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഇതിലാണ് എടുത്തേക്കുന്നത്. ഓരോ പോർഷനിലും ഓരോ ഡിസൈനിലുള്ള മിററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മിറർ ഫുൾ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അക്രിലിക് പെയിൻറ് വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഗ്യാപ്പുള്ള അടുത്തേക്ക് നമ്മൾ ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും, നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ ഇതിൽ. ഞാനിവിടെ ഡോട്ടിങ് ടൂൾസിൻ്റെ ആ ഒരു സംഭവമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് പേനയോ അല്ലെങ്കിൽ പെൻസിലിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സൈസ് ഏതാണോ ഇഷ്ടം ആ ഒരു സൈസിനുള്ള സ്റ്റിക്കോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ,
നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ടോ, ആ ഒരു ഡോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ഭംഗിയായിരിക്കും ഇതിൽ. ഈ ഡോട്ട്സ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കത് വേണ്ടെന്നാണെങ്കിൽ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. കണ്ടോ, വെയിലൊക്കെ ലൈറ്റൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ഭംഗിയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.